നമസ്കാരം. കേരളത്തിലെ പ്രധാനപ്പെട്ട 5 നദികളെ നമുക്കൊന്ന് പെട്ടെന്ന് താരതമ്യം ചെയ്ത് പഠിക്കാം. ഏറ്റവും നീളം കൂടിയ കേരളത്തിലെ നദി നമുക്ക് ഏവർക്കും അറിയാം, പെരിയാർ നദി. അതിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഉള്ള ശിവഗിരി മലയിൽ നിന്നുമാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. പെരിയാർ നദി പതിക്കുന്നത് വേമ്പനാട് കായലിലാണ്. അതിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും നമ്മുടെ പെരിയാർ നദിയാണ്. രണ്ടാമതായി, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി ഏതാണ്? ഭാരതപ്പുഴ അഥവാ നിള എന്നും നമ്മൾ പറയുന്നത് ഭാരതപ്പുഴയാണ്. അതിൻ്റെ നീളം 209 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. പോത്തന്നൂർ അടുത്തുള്ള ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴ പതിക്കുന്നതാകട്ടെ പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിലോട്ട് പതിക്കുന്നു. ഭാരതപ്പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിൻ്റെ ഗംഗ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നൈൽ എന്നും അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ ആണ്. നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 3ാം സ്ഥാനത്തുള്ള നദി നമുക്കേവർക്കും അറിയാം, പമ്പാ നദി. പമ്പാ നദിയുടെ നീളം 176 കിലോമീറ്റർ ആണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പമ്പാ നദി പതിക്കുന്നതാകട്ടെ വേമ്പനാട് കായലിൽ ആണ്. അതിൻ്റെ പ്രധാന സവിശേഷതയാണ് മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാഡിയാണ് പമ്പ. 4ാം സ്ഥാനത്ത് ചാലിയാർ നദിയുടെ നീളം 169 കിലോമീറ്റർ ആണ്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരിക്കുന്നിൽ നിന്നുമാണ്. ഇളമ്പലേരിക്കുന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലിയാർ നദി ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഇളമ്പലേരിൽ കുന്നിൽ നിന്നും ഉത്ഭവിച്ച് ബേപ്പൂരിൽ വെച്ച് ചാലിയാർ നദി അറബിക്കടലിൽ പതിക്കുന്നു. പ്രധാന സവിശേഷത, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപമുള്ള ഒരു നദിയാണ് ചാലിയാർ നദി. അതേപോലെ ആദ്യമായിട്ടുള്ള മലിനീകരണ വിരുദ്ധ സമരം നടന്നതും ചാലിയാർ നദിയിലാണ്. ആദ്യ മലിനീകരണ വിരുദ്ധ സമരം നടന്ന നദി ചാലിയാർ. 5ാം സ്ഥാനത്ത് ചാലക്കുടി പുഴയാണുള്ളത്. കേരളത്തിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5ാം സ്ഥാനത്തുള്ള നദി ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുടെ നീളം 145 കിലോമീറ്റർ ആണ്. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നുമാണ്. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലക്കുടി പുഴ കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു. ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിലാണ് ചാലക്കുടി പുഴ പതിക്കുന്നത്. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തും ജൈവ വൈവിധ്യവും ഉള്ള നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തും ജൈവ വൈവിധ്യവും ഉള്ള നദിയും ചാലക്കുടി പുഴയാണ്. പെട്ടെന്ന് എല്ലാം ഒന്നും കൂടെ നോക്കാം. കേരളത്തിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനം പെരിയാർ നദിക്കാണ്. നമുക്കറിയാം, അതിൻ്റെ നീളം 244 കിലോമീറ്റർ. ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിച്ച് വേമ്പനാട് കായലിൽ പതിക്കുന്നു. ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാറാണ്. 2ാം സ്ഥാനത്ത് ഭാരതപ്പുഴയാണുള്ളത്. അതിൻ്റെ നീളം 209 കിലോമീറ്റർ. ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. കേരളത്തിൻ്റെ ഗംഗ, കേരളത്തിലെ നൈൽ എന്നും അറിയപ്പെടുന്നത് ഭാരതപ്പുഴ. 3ാം സ്ഥാനത്ത് നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പമ്പാ നദിയാണുള്ളത്. അതിൻ്റെ നീളം 176 കിലോമീറ്റർ. പുലച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പമ്പാ നദി വേമ്പനാട് കായലിൽ പതിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. 4ാം സ്ഥാനത്ത് ചാലിയാർ. 169 കിലോമീറ്റർ ആണ് ചാലിയാർ നദിക്ക് നീളമായിട്ടുള്ളത്. ഇളമ്പലേരി കുന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലിയാർ അറബിക്കടലിൽ ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. സ്വർണ്ണ നിക്ഷേപമുള്ള നദിയും ആദ്യത്തെ മലിനീകരണ വിരുദ്ധ സമരം നടന്ന നദിയും ചാലിയാർ നദിയാണ്. 5ാം സ്ഥാനത്ത് ചാലക്കുടി പുഴയാണുള്ളത്. ചാലക്കുടി പുഴയുടെ നീളം 145 കിലോമീറ്റർ ആണ്. ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ ചാലക്കുടി പുഴ പതിക്കുന്നു. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തും ജൈവ വൈവിധ്യവും ഉള്ള നദി
ചാലക്കുടി പുഴയാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കേരളത്തിലെ പ്രധാനപ്പെട്ട 5 നദികളെ ഒന്ന് പെട്ടെന്ന് താരതമ്യം ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇതേപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള PSC ടിപ്സ് ആൻഡ് ട്രിക്സിനും ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിനി ഏതെങ്കിലുമൊക്കെ കണ്ടന്റ് ഈ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കതെന്നെ കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതുമാണ്. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.